ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മാതൃഭൂമി നടത്തിയ ടേസ്റ്റി ടേൽസ് എന്ന് പറഞ്ഞ ഒരു പാചക മത്സരത്തിന് ട്രിവാൻഡ്രത്ത് ഞാൻ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ഞാൻ. അവിടെ പോയിട്ടുണ്ടായ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെയാണ് ഞാനതിൽ ഷെയർ ചെയ്യണത്. ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മത്സരത്തിന്. എല്ലാവരുടെയും വിഭവങ്ങൾ അടിപൊളിയായിരുന്നു. കുറേയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി, കുറേ റെസിപ്പീസൊക്കെ കാണാനും അറിയാനൊക്കെ പറ്റി. അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിന് പോണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. മത്സരത്തിന് ഞാൻ കൊണ്ടുപോകാൻ വിചാരിച്ചിരുന്ന വിഭവം ചിക്കൻ ചേപ്പനാണ്. മുന്നേ ഈ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും മത്സരത്തിന് പോണ കാരണം ഈ ഒരു റെസിപ്പി ഞങ്ങൾക്ക് കിട്ടിയത് വയനാടുള്ള ഒരു സുഹൃത്ത്, ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് വഴിയാണ്. സുധേഷ് സാർ എന്നാണ് പേര്. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉൾനാടൻ വയനാടൻ വിഭവമാണ്. ചേപ്പൻ എന്ന് പറഞ്ഞ ഒരാൾക്കാർ അവരുടെ ആഘോഷങ്ങൾക്കൊക്കെ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. ഇതിൽ മസാലകളൊന്നും ചേർക്കണില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ പിറ്റേ ദിവസം കാലത്താണ് മത്സരം. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാനൊന്ന് റഫ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രസൻറ്റേഷന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ, അല്ലെങ്കിൽ അത് മറന്നു പോവും. ഇതിലേക്ക് 1/2 കിലോ ചുവന്നുള്ളിയാണ് വേണ്ടത്. കാലത്ത് തന്നെ ഇതൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായ കാരണം തലേ ദിവസം തന്നെ ഞാൻ ചുവന്നുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ചേപ്പൻ വെപ്പ് വയ്ക്കാൻ 1/2 കിലോ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ ചിക്കൻ മഞ്ഞൾ മാത്രം പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് 40 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ചിക്കൻ ചേപ്പൻ വെപ്പ് വെക്കണത് നാടൻ കോഴിയിലാണ്. നാടൻ കോഴി വേവുമ്പോഴേക്കും ഈ വറ്റൽമുളക് അലിഞ്ഞ് ചേരും. പക്ഷെ ഞാനിപ്പോൾ ബ്രോയിലർ കോഴിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പകുതി മുളക് അരിഞ്ഞാണ് ഇട്ടത്. കാരണം അത് പെട്ടെന്ന് വേവും. ആ സമയം കൊണ്ട് മുളക് അലിഞ്ഞ് കിട്ടില്ല, അപ്പോൾ എരിവുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പകുതി മുളക് അരിഞ്ഞാണ് ചേർത്തത്. ഈ ഒരു വിഭവത്തിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അതും ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. വീഡിയോ അത്ര നന്നായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എനിക്ക് കാലത്ത് തിരക്കുണ്ടായിരുന്നു. മോനെ പ്ലേ സ്കൂളിൽ വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. ചുവന്നുള്ളി അരിയേണ്ട ആവശ്യമില്ല, വലുത് ആയ കാരണം ഞാൻ 2ആക്കി നുറുക്കിയിട്ടിട്ടുണ്ട്. ശരിക്കും ചെറിയ ഉള്ളിയാണെങ്കിൽ അരിയേണ്ടൊന്നും ആവശ്യമില്ല. ചിക്കൻ്റെ വേവും ഇതിൻ്റെ വേവൊക്കെ കറക്റ്റായി വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പം അത്യാവശ്യം ചുവന്നുള്ളി വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിലോട്ട് വറ്റൽമുളക് ചേർക്കാണ്. വറ്റൽമുളക് അരിയാണ്ട് വെച്ചേക്കണത് ഞാൻ ചേർത്തു. ഇനി പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് നേരം മിക്സ് ചെയ്ത് അത്യാവശ്യം ഒന്ന് അത് വാടി അലിയാൻ തുടങ്ങുമ്പോൾ വേണം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് സമയമില്ലാത്ത കാരണം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് വേഗം ഒന്ന് വാട്ടിയെടുക്കാനാണ് കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചിക്കൻ ചേപ്പനൊന്ന് വാഴയിലയിൽ വാട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വാഴയില വെട്ടിക്കൊണ്ടിരാണ്. അത്ര പോരാ, ഇനി വേണം. അപ്പോൾ ഏകദേശം മുളകൊക്കെ അലിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ അവസാനമാണ് ഒരു ഉപ്പ് ചേർക്കണത് ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1/2 കിലോ ചുവന്നുള്ളി എടുക്കണമെന്ന് ആവശ്യമില്ല. ഇതിപ്പോൾ മത്സരത്തിനായ കാരണം കുറച്ചും കൂടി ഗ്രേവി ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ 1/2 കിലോ എടുത്തത്. ഒരു 300-350 ഗ്രാം എടുത്താലും മതി. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇൻ കേസ് മുളകൊന്നും അധികം അലിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, ചെറിയ ചൂടുള്ള വെള്ളം. എനിക്ക് കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഉപ്പും
വേപ്പിലയും ചേർത്തിട്ടുണ്ട്. അവസാനം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതേ സമയത്ത് ഞാനിവിടെ കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട്. വാഴയിലയിൽ ഞാനിത് പൊതിഞ്ഞ് ഒന്ന് ചട്ടിയിൽ വെച്ച് ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പ്രസൻറ്റേഷനുള്ള കാര്യങ്ങളും റെസിപ്പി എഴുതിയത് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിപ്പി 2-3 പാത്രങ്ങളിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, പിന്നെ അതേപോലെ മോനെ പ്ലേ സ്കൂളിലാക്കണം. അങ്ങനെ ഞാൻ അവിടെ എത്തി. എന്നെ ഇറക്കി വിട്ടിട്ട് അവർ പോയി. അപ്പോൾ ആദ്യം നമ്മുടെ പേര് അവിടെ റിപ്പോർട്ട് ചെയ്യണം നമ്മൾ ചെന്നത്. അപ്പോൾ ബാഡ്ജൊക്കെ കിട്ടി. ഇത് മദേഴ്സ് വെജ് പ്ലാസ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോട്ടലാണ്. മെയിനായിട്ട് ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല സദ്യയൊക്കെ കിട്ടുന്നൊരു ഹോട്ടലാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത്. അപ്പോൾ എൻ്റെ പ്ലേസ് ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. എൻ്റെ അപ്പുറത്തെ ചേച്ചി നല്ല ഭംഗിയിൽ, അത് കപ്പയാണ്, കപ്പ ഇങ്ങനെ ഉടച്ചെടുത്തതാണ്. അത് പൈപ്പിംഗ് ബാഗിൽ ആൾ നല്ല ഭംഗിയിൽ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. തൊട്ടിപ്പുറത്തിരിക്കുന്ന ചേച്ചി കൊണ്ടുവന്നത് ഞണ്ട് റൈസാണ്. ഞാനിങ്ങനെ ഒരു മൺചട്ടി വാങ്ങി, പിന്നെ അതിലിങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചു, കപ്പ വെച്ചു, പിന്നെ ഇങ്ങനെ ചിരട്ടയിൽ തേങ്ങയുടെ ഒരു മുറിയിൽ ഇങ്ങനെ വറ്റൽമുളകും ചുവന്നുള്ളി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു, എല്ലാവരും വെൽക്കം ചെയ്യുന്നു. പിന്നെ ടേസ്റ്റി ടേൽസ് എന്ന് പറഞ്ഞാൽ അവർ പറയണത് ഓരോ വിഭവത്തിൻ്റെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടാവും. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഇതിൽ കൊണ്ടുവരണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ജഡ്ജസ് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. കുറേ പ്രായമുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും അവരവരുടെ ബെസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജഡ്ജസ് ആയിട്ട് വന്നത് ദിവ്യ കലേഷ്, അതേപോലെ നസിയ ഐഷ എന്ന് പറഞ്ഞ 2 പേരാണ്. ദിവ്യ കലേഷ് എന്ന് പറയുന്നത് നമ്മുടെ ഉടമ്പണത്തിലെ കലേഷ് ഉണ്ടല്ലോ, കലേഷിൻ്റെ വൈഫാണ്. ഇത് മദേഴ്സ് വെജ് പ്ലാസയുടെ ഓണറാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്നു. മാതൃഭൂമിയുടെ ആയ കാരണം മാതൃഭൂമി നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ. പിന്നെ അതിൻ്റെ റെസിപ്പി ഇതേപോലെ ഒരു ചേട്ടൻ വന്നിട്ട് വായിച്ചൊക്കെ നോക്കി എന്തൊക്കെയോ എഴുതിയെടുത്തിട്ട് പോയി. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും അവർ 2 പേരും നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നന്നായി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൂൺ കഴുകി പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെയാണ് അടുത്ത ആളുടെ അടുത്തേക്ക് പോണത്. അതായത് അത്രയും ആ ടേസ്റ്റും ഫ്ലേവറൊക്കെ അവർ നോക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഞാൻ നന്നായിട്ടൊക്കെ എക്സ്പ്ലെയിനൊക്കെ ചെയ്ത് കൊടുത്തു. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോടൊരു വീഡിയോ എടുത്തു തരുമെന്ന് ചോദിച്ചപ്പോൾ അവരെടുത്തുന്ന വീഡിയോ ആണിത്. നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ കപ്പ പുഴുങ്ങിയതും അതേപോലെ ഞാൻ തേങ്ങ വെച്ചതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തതെന്നൊക്കെ അവർ ചോദിച്ചു. എവിടെ നിന്നാണ് ഈ റെസിപ്പി കിട്ടിയതെന്നൊക്കെ അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെനിക്ക് മാർക്ക് ഇട്ടു. എൻ്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചിയുടെ ടേസ്റ്റിയാണ്. കപ്പ നന്നായിട്ട് ഉടച്ച് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടും അതേപോലെ ചമ്മന്തി ഉടച്ച് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടും അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ വലിയൊരു കഷ്ണം ഫിഷാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം തീർന്നു. മാർക്കിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനും കുറേ പേരെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് അടുത്ത സെറ്റ് മത്സരം തുടങ്ങുകയാണ്. 2 സെറ്റായിട്ടാണ് മത്സരം നടന്നത്. കുറേ നല്ല വിഭവങ്ങളുണ്ടായിരുന്നു. ആർക്ക് സമ്മാനം കൊടുക്കണമെന്ന് അവർക്ക് നല്ല കൺഫ്യൂഷനായിട്ടുണ്ടാവും. അത് ചൂരമീനച്ചാറാണ്. അത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു.
പിന്നെ ഇവിടെ ഒരു ചേച്ചി കുറേ മുളപ്പിച്ച പയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. ഇവിടെ ശർക്കര ഉപ്പേരി കൊണ്ടുള്ള പായസം ഉണ്ടായിരുന്നു, ശർക്കര വരട്ടുപ്പേരി കൊണ്ടുള്ള പായസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു അന്നത്തെ ദിവസം. അതാ ഞങ്ങളുടെ പിക്ചർ എല്ലാവരും കൂടെ ചേർന്ന് പിക്ചർ എടുത്തത് അത് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ടീ ഷെഫ്.